നമസ്കാരം. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനിൽ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമായി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വാട്സാപ്പ് എന്ന ആപ്ലിക്കേഷനാണ്. നമ്മുടെ വാട്സാപ്പ് എന്ന ആപ്ലിക്കേഷൻ നമ്മുടെ ഫ്രണ്ട്സ് കാണും, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ ഗ്രൂപ്പുകളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മുടെ വാട്സാപ്പിലേക്ക് ഇമേജുകൾ അയച്ചു തരാറുണ്ട്, വീഡിയോസുകൾ അയച്ചു തരാറുണ്ട്, വോയിസ് നോട്ടുകൾ അയച്ചു തരാറുണ്ട്. ഇമേജ് ആണെങ്കിലും നമ്മുടെ അയക്കുന്ന വോയിസ് നോട്ടുകളൊക്കെയാണെന്ന് പറഞ്ഞാലും ഏറ്റവും കുറഞ്ഞ MB ഉള്ള ഫയലുകളായിരിക്കും. എന്നാൽ നമുക്ക് കിട്ടുന്ന വീഡിയോ ഫയലുകൾ നല്ല MB ഉള്ളതൊക്കെ ആയിരിക്കും. ചിലപ്പോൾ MB കുറവുള്ളത് വയ്ക്കാറുണ്ട്. നമ്മൾ തന്നെ നമ്മുടെ പേഴ്സണൽ കോൺടാക്ട് കാണും, നമ്മുടെ സുഹൃത്തുക്കളുടെ തന്നെ ഗ്രൂപ്പുകൾ കാണും. നമ്മുടെ നാട്ടിൽ തന്നെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പ് ഉണ്ട്, അല്ലെങ്കിൽ പഠിക്കുന്നിടത്ത് റിലേറ്റീവ്സിന്റെ ഗ്രൂപ്പ് ഉണ്ട്, സ്കൂൾ ഗ്രൂപ്പ് ഉണ്ട്. ഇഷ്ടം പോലെ ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ അംഗമാണ്. നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ വന്നിരിക്കുന്ന ചില വീഡിയോ ഫയലുകൾ ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ ഫോണിലേക്ക് അയച്ചു തരാറുണ്ട്. ഇപ്പം നമ്മൾ ഈ രണ്ട് വീഡിയോസും ഒരുപോലെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലെ ഡേറ്റ കഴിഞ്ഞു പോകാറുണ്ട്. കാരണം നമ്മുടെ ഫോണിൽ നമ്മൾ റീചാർജ് ചെയ്ത് കിട്ടുന്ന പെർ ഡേ കിട്ടുന്നതിൽ ഇപ്പോൾ 2 GB ആയിരിക്കും. ഈ 2 GB കൊണ്ട് നമുക്ക് യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം, വാട്സാപ്പിലെ ഫോട്ടോസുകൾ കാണാം, ഫ്രണ്ട്സിനെ വിളിക്കണം. തുടർന്ന് ഒരു ദിവസം 12 മണിക്കൂർ ഇഷ്ടം പോലെ കാര്യങ്ങളാണ് നമുക്കുള്ളത്. അപ്പം ഈ 2 GB കൊണ്ട് നമുക്ക് സത്യം പറഞ്ഞാൽ കഴിയാറുമില്ല. ഈ വാട്സാപ്പിൽ തന്നെ വരുന്ന വീഡിയോസുകൾ വരാറുണ്ട്. സെയിം വീഡിയോസ് തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ നമുക്ക് അയച്ചു തന്നിരിക്കട്ടെ. ഇങ്ങനെയൊക്കെ അയച്ചു തരുമ്പോൾ നമുക്കാണെങ്കിൽ ചില അവസരങ്ങളിലൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ആ വീഡിയോ നഷ്ടപ്പെട്ടു പോയിരിക്കട്ടെ. ഈ സെയിം വീഡിയോ തന്നെ നമ്മുടെ സുഹൃത്ത് തന്നെ നമ്മുടെ ഫോണിലേക്ക് അയച്ചു തന്നു. നമുക്കാണെങ്കിൽ ആ വീഡിയോ ഡൗൺലോഡ് ചെയ്യണ്ട, പക്ഷേ ആ വീഡിയോ ആണെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യണം. എന്നാൽ ഇന്നൊരു വാട്സാപ്പിന്റെ ഉള്ളിൽ തന്നെയുള്ള ചെറിയ ട്രിക്കിലൂടെ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് വരുന്ന വീഡിയോസുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാതെ ഷെയർ ചെയ്യാൻ കഴിയും. വാട്സാപ്പിന്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയ ട്രിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെയായാലും വീഡിയോയിലേക്ക് പോകാം. ഇതിനായി നിങ്ങളുടെ വാട്സാപ്പ് എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ തന്നെ വേറൊരു വാട്സാപ്പാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഒരു വീഡിയോ ഫയൽ കാണാൻ കഴിയുന്നുണ്ട്. താഴെ ആണെങ്കിൽ ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം നമ്മുടെ ഫോണിലേക്ക് ഈ ഒരു വീഡിയോ ഈ ഡിസ്ക്രിപ്ഷന് കൂടി നമ്മുടെ ഫോണിലേക്ക് നേരത്തെ വന്നു തന്നിരിക്കട്ടെ. ഇപ്പം നമുക്ക് തന്നെ പേഴ്സണൽ കോൺടാക്റ്റിലുണ്ട്, ഗ്രൂപ്പുകളുണ്ട്. ഈ രണ്ടിലും നമ്മുടെ ഫ്രണ്ട്സ് തന്നെ ഗ്രൂപ്പിലും ഈ വീഡിയോസ് അയക്കാറുണ്ട്, അതുപോലെ നമ്മുടെ പേഴ്സണലായിട്ട് നമുക്ക് അയച്ചു തന്നിരിക്കട്ടെ. അപ്പം നമുക്കാണെങ്കിൽ ഒരു വീഡിയോ നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ ഈ വീഡിയോ കണ്ടതാണ്. അപ്പം നമുക്ക് രണ്ടാമത് ഡൗൺലോഡ് ചെയ്യേണ്ട, നമ്മുടെ ഫോണിൽ നിന്നാണെങ്കിൽ ഈ വീഡിയോ അങ്ങ് പോവുകയും ചെയ്തിരിക്കട്ടെ. അപ്പോൾ പോകുന്നിരിക്കട്ടെ. അപ്പം നമുക്കാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ കഴിയും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ചെറിയ ട്രിക്കിലൂടെയാണ്. നിങ്ങളാണെങ്കിൽ നമുക്ക് സാധാരണ ആ വീഡിയോ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് റിപ്ലൈ ചെയ്യുന്നൊരു ബട്ടണുണ്ട്, പിന്നെ അതുപോലെ തന്നെ സ്റ്റാർ ബട്ടണുണ്ട്, ഡിലീറ്റ് ചെയ്യുന്ന ബട്ടണുണ്ട്. ഈ റിപ്ലൈ എന്നുള്ള ബട്ടൺ നമ്മൾ ഞെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ മെസ്സേജിന് നമുക്ക് തന്നെ റിപ്ലൈ അയക്കാൻ കഴിയത്തുള്ളൂ. ഈ റിപ്ലൈ അയക്കുന്നത് നമ്മുടെ വാട്സാപ്പിനകത്തെ കാണിക്കത്തുള്ളൂ തന്നെ. അതല്ല, ഞാൻ ഒന്നും കൂടി ലോങ് പ്രസ് കാണിക്കാം. പിന്നെ കാണിക്കുന്നത് തന്നെ ഈ ഒരു വാട്സാപ്പിലെ ഈ വീഡിയോ ഒന്ന് സ്റ്റാർ ചെയ്യാനും ഒന്ന് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഇപ്പം നിലവിൽ വാട്സാപ്പിൽ ഉള്ളതാണ്. നമുക്ക് ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്യാതെ എങ്ങനെ ഷെയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനായി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സാപ്പിലെ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് നിങ്ങൾ പ്രസ് ചെയ്ത് ഡൗൺലോഡ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഡൗൺലോഡ് ആയി കഴിയുമ്പോൾ നിങ്ങൾ ഉടനെ കട്ടാക്കി കളയുക. ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് വാട്സാപ്പിൻ്റെ സൈഡിൽ തന്നെ ഒരു ഷെയറിൻ്റെ ഒരു ബട്ടൺ കാണുന്നുണ്ട്. ഞാൻ നിങ്ങളൊന്ന് വീണ്ടും കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങൾ ആ വീഡിയോയിൽ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഡൗൺലോഡിങ്ങിൽ ചെറുതായിട്ട് കാണിക്കും. അപ്പം തന്നെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. ഒന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന ഓപ്ഷൻ കാണാൻ കഴിയുന്നതാണ്. ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലെ കോൺടാക്റ്റ് നിങ്ങൾക്ക് എല്ലാം കാണാൻ കഴിയും. നിങ്ങൾ നോർമലായിട്ട് ഷെയർ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും കഴിയും. ഇത് അടിപൊളി ട്രിക്കാണ്. നിങ്ങളുടെ വാട്സാപ്പിലേക്ക് വരുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാതെ ഈ ഒരു ചെറിയ ട്രിക്കിലൂടെ നിങ്ങൾക്ക് വീഡിയോ ഫയലുകൾ നിങ്ങൾക്ക് സുഹൃത്തുക്കൾക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാൻ കഴിയും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഐഡിയ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ഇതുപോലുള്ള അപ്ഡേറ്റുകളുമായി ഞാൻ വരുന്നതായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ആക്കി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കുമായി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി മറ്റൊരു വീഡിയോയിലിട്ട് കാണാം. അതുവരേക്കും ധനേഷ്.